എല്ലാവർക്കും ലോറ ഗ്രീൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ ഉണ്ടാക്കിയ ചെറിയൊരു പുൽക്കൂടാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു പുൽക്കൂടാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ശ്രമിച്ചു നോക്കണം എല്ലാവരും. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ തെർമോക്കോളിൻ്റെ വേസ്റ്റാണ് എടുത്തേക്കുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറുള്ള തെർമോക്കോളിൻ്റെ പീസുകളില്ലേ, അത് പല പല ഷേപ്പിലായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് അറേഞ്ച് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് അതിലാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യം പാസ്റ്റ് ഓഫ് പാരീസ് ആണ്. അത് ഞാൻ ഒരു 3 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. പൈസ കൊടുത്ത് വാങ്ങേണ്ടത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൽ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം, ഒട്ടിച്ചെടുക്കണം. അപ്പോൾ മാക്സിമം നമ്മളത് ഒത്തിരി അങ്ങ് വെള്ളമായി പോവാതെ ഇച്ചിരി കട്ടൊക്കെ എടുക്കുവാണെങ്കിലാണ് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ എളുപ്പം. അടുത്തത് നമ്മൾ കുറച്ച് പഴയ തുണികളൊക്കെ എടുത്തിട്ട് പീസ് ആക്കിയിട്ട് അത് നമ്മൾ ഈ പാസ്റ്റ് ഓഫ് പാരീസിൽ മുക്കിയിട്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അതിലേക്ക് ഇട്ടിട്ട് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളിതെല്ലാം നന്നായിട്ട് ഉണങ്ങിയ ശേഷം കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം ഞാൻ വെച്ചതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഗ്രീനും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 2-3 തവണ അടിച്ചടിച്ച് അങ്ങനെയാണ് ഒരു കളർ തീമിലേക്ക് എത്തിയത്. അപ്പോഴാണ് നമുക്കൊരു ശരിക്കും ഒരു ഭംഗിയായിട്ടും, പിന്നെ ഇതിങ്ങനെ ചുളുങ്ങി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ തുണിയാണല്ലോ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അത് പെയിൻറ്റ് ചെയ്ത് 3-4 തവണ മിക്സ് ചെയ്ത് കളർ മിക്സ് ചെയ്ത് അങ്ങനെ ഗ്രീനും ബ്രൗണും എല്ലാം മാറ്റി പെയിൻറ്റ് ചെയ്തപ്പോഴാണ് ഒന്ന് റെഡിയായി വന്നത്. പിന്നെ ഈ പെയിൻറ്റ് പെയിൻറ്റിലും നമ്മൾ കുറച്ച് വെള്ളവും പാസ്റ്റ് ഓഫ് പാരീസ് ഒക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പെയിൻറ്റും ഒക്കെ കുറച്ചും കൂടെ ലാഭിക്കാൻ പറ്റും. കുറച്ച് ഏറെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഏറെ കിട്ടും. പെയിൻറ്റ് ചെയ്യാൻ ഇച്ചിരി കൂടി ഈസിയാണ്. പിന്നെ കുറച്ച് നല്ല കട്ടിയുള്ള മരത്തിൻ്റെ തൊലിയും പിന്നെ കുറച്ച് അറക്കപ്പൊടിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. അതിന് ശേഷം പിന്നെ നമ്മൾ ഈ അറക്കപ്പൊടിയിലോട്ട് ഗ്രീൻ കളറ് ഗ്രീൻ കളർ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം കൂടി ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് കളറായി കിട്ടും. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ തേച്ചിട്ട് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തു. അറക്കപ്പൊടി പെയിൻറ്റ് ചെയ്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. ഇത് ചെറിയ നൈസായിട്ടുള്ള പൊടിയാണ്. അത് ആദ്യം ഒട്ടിച്ചു കൊടുത്തു കുറച്ച് ഭാഗങ്ങളിലൊക്കെ. അടുത്തത് നമ്മൾ അത്ര നൈസ് അല്ലാത്ത അറക്കപ്പൊടി എടുത്തിട്ട് ഇച്ചിരി കൂടെ ഡാർക്ക് ഗ്രീൻ കളർ എടുത്ത് നമ്മളൊരു പായൽ ഫീൽ കിട്ടാനായിട്ട് കുറച്ച് ഇച്ചിരി കൂടി വലുപ്പമുള്ള സൈസാണ് എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് കളർ മിക്സ് ചെയ്ത് അതും ഒട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു.
അടുത്തത് നമ്മൾ തൊലി കളക്ട് ചെയ്തില്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത് മേൽക്കൂരയായിട്ട് ചില്ലകളൊക്കെ. അടുത്തത് നമ്മൾ ചെയ്ത ചെറിയ ഉണക്ക ചില്ലകളൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഉണ്ണീഷോ സെറ്റ് കൂടി വെച്ചപ്പോൾ തന്നെ നമ്മുടെ പുൽക്കൂട് റെഡിയായി.